ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പനീർ മട്ടർ മസാലയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, അജുവേട്ടനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ വിട്ടുപോയി ഞാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് അജുവേട്ടൻ്റെ സ്പെഷ്യൽ പനീർ മട്ടർ മസാലയാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് കാഷ്യൂ എടുത്തിട്ട് ഒരു 10-20 കാഷ്യോളം നമ്മൾ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചുടുവെള്ളം വെച്ച് തിളപ്പിച്ച് ആ ചുടുവെള്ളത്തിന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പനീർ ആവശ്യത്തിനുള്ള പനീർ, എനിക്ക് തോന്നുന്നു ഒരു 250 ഗ്രാമോളം പനീർ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആ പനീർ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് കുറച്ചും ഉപ്പും കുറച്ച് നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, അതുപോലെ പെരിഞ്ജീരകം, പിന്നെ അതുപോലെ നമ്മുടെ ബേ ലീഫ്, ഇത്രയും നമ്മളത് ബിരിയാണി ഇല, വഴണയില എന്നൊക്കെ പറയും. ഇത്രയും സംഭവങ്ങൾ നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നേരത്തെ ചുടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ പനീർ നല്ല ഹാർഡാവില്ലേ. അപ്പോൾ ഹാർഡായിട്ടുള്ള പനീറിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും അജുവേട്ടൻ്റെ റെസിപ്പിയല്ല, അജുവേട്ടൻ മറ്റൊരു വീഡിയോ ഒന്ന് കണ്ട് ചെയ്ത റെസിപ്പിയാണ്. എന്തായാലും സംഭവം കിടുവായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ എണ്ണ മാറ്റിയിട്ട് പനീർ കഷ്ണങ്ങൾ എടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും, സോഫ്റ്റും ആവും കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 സവാള നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത്, വലുതായിട്ടും കട്ട് ചെയ്യാം, കാരണം വഴറ്റിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തായാലും അജുവേട്ടൻ ചെറിയ കഷ്ണങ്ങളാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്, മുറിച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു കഷ്ണം ബട്ടറും കൂടെ ഇട്ടിട്ടാണ് വഴറ്റിയെടുത്തിരിക്കുന്നത് കേട്ടോ, എണ്ണയുടെ കൂടെ. അങ്ങനെ അതൊരു ബൗളിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ആളൊന്ന് ഇതുപോലെ തന്നെ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമ്മൾ പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സ്പൂണോളൊക്കെ എണ്ണ മതിയാവും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, എണ്ണ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എണ്ണ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ എണ്ണയിലേക്ക് 2 സ്പൂണ് ഗരം മസാല, 2 സ്പൂണ് മല്ലിയില, 2 സ്പൂണ് സാധാരണ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു പച്ചക്കുത്ത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് നമ്മൾ അതില്ലാതെ തന്നെ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത്, പച്ചമണം കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറേശ്ശെ ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. കുറേശ്ശെ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഒഴിച്ച് നോക്കുക കേട്ടോ. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 ഗ്ലാസ്സോളൊക്കെ മതിയാവും. അതൊഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറുകാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് അതുപോലെ തക്കാളിയും കൂടെ അരച്ചെടുക്കണം കേട്ടോ. തക്കാളി പിന്നെ വഴറ്റണമെന്നില്ല, വഴറ്റാതെ തന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളിത് തക്കാളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത തക്കാളിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാൻ. അപ്പോൾ നമുക്കൊന്ന് നല്ല കുമിളകളൊക്കെ വന്ന് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അങ്ങനെ അതൊന്ന് ഇളക്കി എടുത്തിട്ട്, കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളത് ഇങ്ങനെ തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് അത് അടി പിടിക്കുമല്ലോ ചെറുതായിട്ട്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് മസാല മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ തക്കാളിയുടെ പ്യൂരി, നമ്മുടെ ടൊമാറ്റോ പ്യൂരി നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പുളിയില്ലാത്ത 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ ഉള്ളി വഴറ്റിയത് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് അതും ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സായിട്ട് യോജിച്ച് വന്ന ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വാറ്റി വെച്ചിട്ടുണ്ടെന്ന പട്ട, ഗ്രാമ്പൂ, ആ സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഒരു കൈപ്പിടിയോളമൊക്കെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എളുപ്പം വേവുമല്ലോ, അതുകൊണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി അളവിൽ. അതുപോലെ തന്നെ ടേസ്റ്റ് വേണമെങ്കിൽ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വട്ടണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാൻ എന്തായാലും ഇത്ര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് തരിതരിപ്പില്ലാതെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ടേസ്റ്റും കൂട്ടും, ഒരു സ്വീറ്റ്നെസ്സും കിട്ടും, കൊഴുപ്പും കിട്ടും കറിക്ക് കേട്ടോ. അതിനാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ അത് അരച്ച് നമ്മൾ നല്ല ടിപ്പിക്കൽ മലയാളീസല്ലേ നമ്മൾ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സിയൊക്കെ കഴുകി വടിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോകാനും പാടില്ല കേട്ടോ. അത് നിങ്ങളുടെ തിക്കിനനുസരിച്ചിട്ട് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾ അപ്രോക്സിമേറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു 2 സ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവുന്ന രീതിയിൽ
നമ്മൾ വെക്കണം കേട്ടോ. അത് പക്ഷേ അടി പിടിക്കാനും പാടില്ല. അങ്ങനെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ പനീറും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചെടുത്താൽ നല്ല അടിപൊളി പനീർ റെഡി.